എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചും ക്ഷേമ പെൻഷന്റെ വർധനവിനെ കുറിച്ചും എല്ലാം തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന അറിയിപ്പുകളും പുതിയ നടപടിക്രമങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ പറ്റി ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ഏപ്രിൽ മെയ് എന്നീ 2 മാസങ്ങളിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയാണ് ഉള്ളത്. ആകെ 2 തവണ മാത്രമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തത്. 2026 ഫെബ്രുവരി മാസത്തിൽ ഏകദേശം 10 ലക്ഷം പേർക്കും മാർച്ച് മാസത്തിൽ 16 ലക്ഷം പേർക്കുമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ ഒക്ടോബർ 29-ാം തീയതി പ്രഖ്യാപിച്ച BPL വിഭാഗത്തിൽപ്പെട്ട 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാർക്ക് വേണ്ടി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി അനുസരിച്ചുകൊണ്ടുള്ള തുക വിതരണം ആരംഭിച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതിനു ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ട് ഫെബ്രുവരി മാസം മുതലാണ്. മുൻ സർക്കാർ ഈ പദ്ധതിക്കായിട്ട് 3700 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. എന്നാൽ അതൊരു താൽക്കാലിക ബഡ്ജറ്റ് ആയിരുന്നു. കാരണം സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതോടുകൂടി പുതിയ ഈ വർഷത്തെ ബഡ്ജറ്റ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അധികാരമേൽക്കുന്ന സർക്കാർ അവതരിപ്പിക്കേണ്ടതാണ്. ആ ബഡ്ജറ്റിലും ഫണ്ട് ഉൾപ്പെടുത്തിയില്ല എങ്കിൽ മാത്രമേ ആനുകൂല്യം തുടരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ബഡ്ജറ്റിലും ഫണ്ട് ഉൾപ്പെടുത്തിയാൽ മാത്രമേ ആനുകൂല്യം തുടരുവാനായിട്ട് സാധിക്കും. ഈ ജൂൺ 19-ന് പുതിയ UDF സർക്കാർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റാണ് സംസ്ഥാനത്തിൽ പ്രാബല്യത്തിൽ വരിക. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പുതിയ സർക്കാർ നിർത്തലാക്കിയതാണോ എന്ന് മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പദ്ധതിയുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടില്ല. അതിനു മുൻപ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അവസാനിപ്പിച്ചു എന്ന രീതിയിൽ വ്യാപകമായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ടെന്നാണ്. കുടിശ്ശിക വിതരണം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനും പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല 10 വർഷ കാലയളവിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ തോറ്റുകഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് മുൻപാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളെ പറ്റി വളരെയധികം പരാതികൾ വന്നിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇലക്ഷന് മുൻപായിട്ട് ആനുകൂല്യം നൽകിയതിനെ കുറിച്ചും മുഖ്യമന്ത്രി വിമർശിച്ചു. ഇന്നത്തോടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും സ്ത്രീ സുരക്ഷാ പെൻഷനെ പറ്റിയുള്ള ആദ്യത്തെ അഭിപ്രായ പ്രകടനമാണ് എത്തിയിരിക്കുന്നത്. അതനുസരിച്ച് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിലവിലെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ്. പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തിയോ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ മാറ്റങ്ങൾ വരുത്തിയോ ആയിരിക്കും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ പദ്ധതി നിർത്തുവാനുള്ള സാധ്യതയുണ്ട്. പത്രസമ്മേളനത്തിൽ മുൻ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ 3000 രൂപയാകുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. 4.25 കൊല്ലവും 1 രൂപ പോലും കൂട്ടിയില്ല. ഒടുവിൽ ഇലക്ഷന് തൊട്ട് മുൻപാണ് 400 രൂപ കൂട്ടിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത്തരത്തിൽ ഒരു സമീപനമല്ല പുതിയ സർക്കാർ സ്വീകരിക്കുന്നത് എങ്കിൽ ജൂൺ 19-ലെ ബഡ്ജറ്റിൽ ചെറിയൊരു ക്ഷേമ പെൻഷന്റെ വർധനവിന് സാധ്യതയുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപയാകുമെന്നാണ് UDF സർക്കാരിന്റെ വാഗ്ദാനം. ഘട്ടം ഘട്ടമായിട്ടാണ് വർധനവ് നടപ്പിലാക്കുന്നത് എങ്കിൽ 200 രൂപയുടെയൊക്കെ വർധനവ് ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതല്ല ഒറ്റയടിക്ക് 3000 രൂപ ആക്കുന്നതിനുള്ള സാധ്യത കുറവാണ്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിലും ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവിന്റെ കാര്യത്തിലും ജൂൺ 19-ലെ ബഡ്ജറ്റ് അവതരണം വരെ കാത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ കൃത്യസമയത്ത് തന്നെ അറിയിക്കുന്നതാണ്. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.